തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ മരണത്തിൽ സ്ത്രീധന പീഡന കുറ്റം ചുമത്താതെ പോലീസ്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഷഹാനയുടെ കഴുത്തിൽ ഭർത്താവ് ഷാളിട്ട് മുറുക്കിയെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. മൊഴിയുണ്ടായിട്ടും പോലീസ് ഇതേവരെ എഫ്ഐആറിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഷഹാനയുടെ മരണത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ആത്മഹത്യാക്കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തി എഫ്ഐആർ വിപുലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ ഭർത്താവിനും കുടുംബത്തിനും എതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം മാത്രം ചുമത്തി കേസ് ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് ഷഹാനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മൊഴിയുണ്ടായിട്ടും സ്ത്രീധന പീഡനം പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. സ്ത്രീധന പീഡനത്തെ തുടർന്ന് 22-കാരിയുടെ ജീവൻ പൊലിഞ്ഞിട്ട് 3 ദിവസമായിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ശക്തമായ നിയമങ്ങൾ നിലനിൽക്കവെയാണ് പോലീസിന്റെ അലംഭാവം. അതേസമയം CPIM നേതാവ് PK ശ്രീമതി ടീച്ചർ ഷഹാനയുടെ കുടുംബത്തെ സന്ദർശിച്ചു. 2 വർഷം മുൻപ് കൊറോണ കാലത്താണ് നൌഫലും ഷഹാനയും തമ്മിൽ വിവാഹം നടന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്ത്രീധനമായൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടപ്പോൾ തന്നെ ഷഹാനയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങിയതായി ഷഹാനയുടെ മാതാവ് പറയുന്നു. ഈ അടുത്തും മകൾക്ക് ക്രൂരമായ ശാരീരിക പീഡനമാണ് ഭർത്തൃവീട്ടിൽ നിന്നേൽക്കേണ്ടി വന്നത്. തലയിൽ അടിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പീഡനം സഹിക്കാനാകാതെ മകൾ തന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഭർത്തൃമാതാവ് ഫോൺ തട്ടിപ്പറിച്ച ശേഷം കൊല്ലുമെന്ന് ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസമായി ഷഹാന സ്വന്തം വീട്ടിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം ഷഹാനയെ കാണാൻ വീട്ടിലെത്തിയ നൌഫൽ 1.5 വയസ്സുകാരനായ കുട്ടിയെയും എടുത്തുകൊണ്ട് പോയതാണ് മരണത്തിനുള്ള പെട്ടെന്നുള്ള പ്രേരണയായത് എന്ന് ബന്ധുക്കൾ പറയുന്നു. മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷമം മൂലമാണ് യുവതിയുടെ മരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആർ റിപ്പോർട്ട് പറയുന്നത്.